അങ്ങയെ മുഖം കാണിക്കാനായി ഒരു ബ്രാഹ്മണകുമാരൻ കാത്തു നിൽക്കുന്നു. യജ്ഞം നടക്കുന്ന വേളയിൽ അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് നാം നിങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നതല്ലേ? ആചാര്യം ക്ഷമിച്ച പ്രജകളുടെ ദാസനാണ് ചക്രവർത്തി. ഏത് സന്ദർഭത്തിലും എന്ത് സാഹചര്യത്തിലും അവരെ കാണാനും അവരുടെ ആവലാതികൾ കേട്ടറിഞ്ഞ് പരിഹരിക്കാനും ബാധ്യതപ്പെട്ടവരാണ്. യജ്ഞവേദിയിലായാലും അരമനയിലായാലും യജമാനെ ഒഴിവാക്കാൻ സേവകൻ കഴിയില്ല. ആ ബ്രാഹ്മണ ബാലകനോട് വരാൻ പറയും. കൽപ്പന പറയും. ഞാൻ വാമനൻ, ബ്രഹ്മർഷി കശ്യപ പ്രജാപതിയുടെയും അതിഥി മാതാവിന്റെയും പുത്രൻ. അങ്ങയുടെ ആഗമനോദ്ദേശ്യം? ജ്ഞാനം നേടിയ ഒരു ബ്രഹ്മചാരിയുടെ ആഗ്രഹം എന്തായിരിക്കും മഹാരാജൻ? ജ്ഞാനിക്ക് പറഞ്ഞിട്ടുള്ളത് ധ്യാനമാകയാൽ ഈയുള്ളവന് ധ്യാനിക്കാനായി ഒരല്പം മണ്ണ് നൽകിയാൽ അതൊരു പുണ്യമാകും. അരുത്, ഈ ബാലകൻ കാപട്യക്കാരനാണ്. ചതി മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവന് ഒരു തരി മണ്ണ് നൽകരുത്. ചതിയനോ? നാമോ? ശാന്തം, പാവം, ദാനശീലനാണ് ചക്രവർത്തി എന്നും ഒരു ബ്രഹ്മചാരി ധ്യാനത്തിനായി ഒരു തൊട്ട് മണ്ണ് ചോദിച്ചാൽ അതൊട്ടും അമാന്തം കൂടാതെ നൽകുമെന്നാണ് നാം അറിയത്. സഹായം അർത്ഥിച്ചു വരുന്നവരെ നാം ഒരിക്കലും നിരാശരാക്കില്ല. അവർ ശത്രുക്കളാണെങ്കിൽ പോലും. രണ്ടടി മണ്ണ് അളന്നു കഴിഞ്ഞപ്പോൾ മണ്ണും വീണ്ടും ഭഗവാന്റെ അധീനതയിൽ. മൂന്നാമത്തെ പഴി നീ എവിടെ വെച്ചിരിക്കുകയാണ് മഹാപ്രഭു? മൂന്നാമത്തെ അടിക്കായി നാം അങ്ങയുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു. പ്രസാദം വെച്ച് അനുഗ്രഹിച്ചാലും. ഹേ മഹാനുഭാവ നിർബോധവ, സത്യം, നീതി, ദയാദാനങ്ങളിൽ കീർത്തിമാനായ ചക്രവർത്തി, അങ്ങയുടെ സൽപ്പേര് ത്രിലോകങ്ങളിലും പ്രകീർത്തിക്കുമാറാകും. അങ്ങേക്ക് എന്ത് വരവും നമ്മോട് ആവശ്യപ്പെട്ടു. ഭഗവാൻ, നമ്മുടെ പ്രാണന്റെ പ്രാണനായ പ്രജകളെ ഭൂലോകത്തെത്തി സന്ദർശിക്കുവാനുള്ള വരം നൽകി അടിയനെ അനുഗ്രഹിച്ചാലും. തഥാസ്തു. ചിങ്ങമാസത്തിൽ പൊന്നോണ നാളിൽ എല്ലാ വർഷവും ഭൂമിയിലെത്തി പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നാം അങ്ങേക്ക് നൽകുന്നു. മംഗളം നമിക്കും.